ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. വറുവിയ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല ലൗ സല്ലൈതും ഹത്താ തകൂനു കൽ ഹനായ വസുംതും ഹത്താ തകൂനു കൽ ഔതാർ ഫമാ യൻഫഉകും ഇല്ലാ ബിൽ വറഇ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അരുളിയതായി ഹദീസിൽ വരുന്നു. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അധികമായി നമസ്കരിച്ചത് കാരണമായി നിങ്ങളുടെ മുതുകുകൾക്ക് വളവ് സംഭവിച്ചാലും, നിങ്ങൾ അധികമായി നോമ്പ് പിടിച്ചത് കാരണമായി നിങ്ങൾ വള്ളി പോലെ മെലിഞ്ഞു പോയാലും നിങ്ങൾക്ക് ആ ആരാധനകൾ പ്രയോജനം ചെയ്യുകയില്ല, സൂക്ഷ്മതയുള്ള ജീവിതം നയിച്ചാലല്ലാതെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുകയുണ്ടായി. പണ്ഡിതന്മാർ ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ സൂക്ഷ്മതയുള്ള ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അതിലവർ പ്രധാനമായും 5 കാര്യങ്ങളെ പറയുന്നുണ്ട്. എന്താണ് ഒന്നാമത്തെ കാര്യം? നമസ്കാരം ഒരാൾക്ക് പ്രയോജനപ്പെടണമെങ്കിൽ, നോമ്പ് ഒരാൾക്ക് പ്രയോജനപ്പെടണമെങ്കിൽ, അഥവാ നമസ്കാരവും നോമ്പും കാരണമായി അവൻ സ്വർഗപ്രവേശനം നേടാൻ അർഹനാകണമെങ്കിൽ അവൻ താഴെ പറയുന്ന 5 കാര്യങ്ങളെ സൂക്ഷിക്കണം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ മുഹദ്ദിസുകൾ 5 പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത് ഗീബത്തിനെ തൊട്ട് നാവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപരർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നതിനാണ് ഗീബത്ത്, പരദൂഷണം എന്ന് പറയാം. ഒരാൾ പരദൂഷണം പറയുന്ന ആളാണെങ്കിൽ, തൻ്റെ സഹോദരന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്ന ആളാണെങ്കിൽ, നമസ്കരിച്ച് വളവ് വന്നാലും ശരി, നോമ്പ് പിടിച്ച് നൂല് പോലെ ആയാലും ശരി, അവർക്ക് ആ ഇബാദത്ത് യാതൊരു പ്രയോജനം ചെയ്യുകയില്ല എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, മറ്റുള്ളവരെ സംബന്ധിച്ച് ദുർവിചാരണ ഒഴിവാക്കുക എന്നുള്ളതാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഈ 2 വിഷയങ്ങളും 2 ആയത്തുകളിലായി പറഞ്ഞിട്ടുണ്ട്. ഒരായത്തിൽ അള്ളാഹു പറയുന്നു, വലാ യഗ്തബ് ബഅലുകും ബഅല, നിങ്ങളിൽ ചിലരെ സംബന്ധിച്ച് പരദൂഷണം പറയരുത്, നിങ്ങളുടെ തന്നെ സഹോദരൻ്റെ പച്ചയായ ഇറച്ചി ഭക്ഷിക്കുന്നത് പോലെയാണത് എന്ന് ഖുർആൻ. രണ്ടാമത് ദുർവിചാരം, മറ്റുള്ളവരെ സംബന്ധിച്ച് തെറ്റായ ധാരണ, തെറ്റായ വിശ്വാസം, തെറ്റിദ്ധാരണ പരത്തുക. ഇതിനെയും ഖുർആൻ മറ്റൊരു ആയത്തിൽ നിഷേധിക്കുന്നുണ്ട്, പാടില്ല എന്ന് പറയുന്നുണ്ട്. ഇജ്തനിബു കസീറൻ മിനൽ ലന്നി ഇന്ന ബഅദൽ ലന്നി ഇസ്മുൻ, നിങ്ങൾ തെറ്റിദ്ധാരണകളെ ഉപേക്ഷിക്കണമെന്ന് ഖുർആൻ പറയുന്നു. കാരണം പല തെറ്റിദ്ധാരണകളും അത് തെറ്റാണ്, നിങ്ങൾ അതിൻ്റെ പേരിൽ പാപിയായി തീരുമെന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഭാവനകളെ ഒരിക്കലും പറഞ്ഞു നടക്കരുത്. കാരണം ഭാവനകൾ കളവുകളാണ്. ഒരാളെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ഭാവിക്കുന്നു, അല്ല എൻ്റെ വിചാരം ഇങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണ് വിചാരിക്കുന്നത്, അങ്ങനെ പറയാൻ അവകാശമില്ല. അവൻ്റെ രഹസ്യം അറിയുന്നത് ആര് മാത്രമാണ്? അള്ളാഹു. നിങ്ങളിങ്ങനെ മറ്റുള്ളവരെ സംബന്ധിച്ച് തെറ്റിദ്ധാരണയും ഭാവനയും പറഞ്ഞു നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ നോമ്പ്, നിങ്ങളുടെ നിസ്കാരം നിങ്ങൾക്ക് യാതൊരു പ്രയോജനം ചെയ്യുകയില്ല. അടുത്തതായി പണ്ഡിതന്മാർ എഴുതി വച്ചിരിക്കുന്നത് ഹറാമായ നോട്ടങ്ങളെ തൊട്ട് കണ്ണുകളെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. കണ്ണുകളെ ഒരാൾക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇബാദത്തിൻ്റെ രസം ഉണ്ടാവുകയില്ല എന്ന് പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. നമസ്കരിച്ചാൽ മടുപ്പായിരിക്കും, നോമ്പ് വെച്ചാൽ തുറക്കണം എന്നുള്ള ആഗ്രഹമായിരിക്കും, സദക്ക കൊടുക്കാൻ പോകും മനസ്സനുവദിക്കില്ല, എന്തെല്ലാം അവസരം ഉണ്ടെങ്കിലും ഇബാദത്ത് ചെയ്യാൻ സുഖമില്ല. കാരണം എന്താ? കണ്ണുകൾ ഹറാമിൽപ്പെട്ടുപോയി. കണ്ണ് ഹറാമിൽപ്പെട്ടാൽ നിങ്ങളുടെ നമസ്കാരവും നോമ്പും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുകയില്ല എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചാമതായി നബി തങ്ങൾ പറഞ്ഞു, കളവ് പറയൽ, അതിനെ സൂക്ഷിക്കണം. എന്നാലേ നിങ്ങൾക്ക് നിങ്ങളുടെ ആരാധന, നിങ്ങളുടെ നോമ്പ്, നിങ്ങളുടെ നമസ്കാരം പ്രയോജനപ്പെടുകയുള്ളൂ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ കളവിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും കളവ് പറയരുത്, പറഞ്ഞാൽ നിങ്ങൾ സത്യമേ പറയാവൂ. ഫഇദാ ഖുൽതും ഫഅദിലു, അല്ലാഹു ഖുർആനിൽ പറയുന്നു, നിങ്ങൾ സംസാരിച്ചാൽ സത്യം മാത്രമേ പറയാവൂ, കളവ് പറയാൻ പാടില്ല. ഖുർആന് കടുത്ത കൽപ്പനയാണ്.
ഒരിക്കലും കളയും. ഈ 5 കാര്യങ്ങൾ സൂക്ഷിക്കുന്നില്ലെങ്കിൽ പിന്നീട് നിങ്ങളുടെ നമസ്കാരം നിങ്ങൾക്ക് ഫലം ചെയ്യുകയില്ല എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഹദീസിൻ്റെ വിശദീകരണത്തിൽ മുഹദ്ദിസുകൾ എഴുതി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമസ്കരിച്ചാൽ മതി, നോമ്പ് വെച്ചാൽ മതി, ദിക്ർ ചൊല്ലിയാൽ മതി, സലാത്ത് ചൊല്ലിയാൽ മതി, എല്ലാമായി എന്ന് ആരും ധരിക്കേണ്ട എന്നതിനർത്ഥം. മറിച്ച് മറ്റുള്ളവരെ സംബന്ധിച്ച് നമ്മളുടെ മനസ്സിൽ ദുർചിന്തകൾ, ദുർവിചാരങ്ങൾ, ദുഷിച്ച സംസാരങ്ങൾ, ദുഷിച്ച ഭാവനകളൊന്നും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു താല നോക്കുന്നത് നമസ്കാരത്തിൻ്റെ റക്അത്തിലേക്കോ നോമ്പിൻ്റെ വലിപ്പത്തിലേക്കോ അല്ല, മറിച്ച് ഹൃദയത്തിൻ്റെ പരിശുദ്ധിയിലേക്കാണ്. ഹൃദയം ശുദ്ധമാണെങ്കിൽ, അഴുക്കില്ലെങ്കിൽ മറ്റുള്ളവരെ സംബന്ധിച്ച് അഴുക്ക് വിചാരം വരികയില്ല, മറ്റുള്ളവരെ സംബന്ധിച്ച് അഴുക്കായ കാര്യങ്ങൾ പറയുകയില്ല. ഇതാണ് ഇബാദത്തിൻ്റെ ആത്മാവ് എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഖുർആനും പഠിപ്പിക്കുന്നു. അല്ലാഹു തആല സൂക്ഷിക്കാൻ ഭാഗ്യം നൽകുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.